നിങ്ങൾ എല്ലാ ദിവസവും കിച്ചൺ സിങ്കിൽ പാത്രം കഴുകുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. ദീർഘകാലമായി വിട്ടുമാറാത്ത നടുവേദനയും ഇടുപ്പ് വേദനയും ഒരു പക്ഷേ പാത്രം കഴുകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാവാം. ആ തെറ്റുകൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നും അതുപോലെ പാത്രം കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോസ്ചർ എന്താണെന്നും ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ വീഡിയോ എന്തായാലും ഒന്ന് സേവ് ചെയ്തോളൂ. നമ്പർ 1, നമ്മുടെ ഈ സ്ലാബിന്റെ ഹൈറ്റ് ആണ്. എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് 90 സെന്റിമീറ്റർ ഒക്കെയാണ് സ്ലാബ് ഹൈറ്റ് വെക്കുന്നത്. അത് തെറ്റാണ്. നമ്മൾ സ്ലാബ് ഹൈറ്റ് വെക്കേണ്ടത് ഉപയോഗിക്കാൻ പോകുന്ന ഒരാളുടെ ഹൈറ്റിന്റെ റിലേഷൻ വെച്ചായിരിക്കണം സ്ലാബ് ഹൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. റെന്റിനൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമുക്ക് ആ സ്ലാബ് ഹൈറ്റ് നമുക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ നിൽക്കുന്ന പൊസിഷനാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്പർ 2, നമ്മൾ പാത്രം കഴുകുമ്പോൾ മാക്സിമം അടുത്ത് നിന്ന് കഴുകാൻ ശ്രദ്ധിക്കുക. പലരും ഈ വെള്ളം മേലിലേക്ക് വീഴാതിരിക്കാൻ ബാക്കിലേക്ക് നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും ബാക്കിലേക്ക് ഒരുപാട് സ്ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. പുതിയതായിട്ട് കിച്ചൺ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു കാര്യം ചെയ്യുക, സിങ്കിന്റെ അടിയിലുള്ള ഭാഗം ഒഴിച്ചു വിടുക. എന്നാൽ കാല് നമുക്ക് മുമ്പിലേക്കും പിന്നിലേക്കും വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല ക്യാബിനറ്റ് ഉള്ള ആൾക്കാർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ക്യാബിനറ്റ് തുറന്നിട്ട് കാല് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറ്റി വെക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചെറിയ സ്റ്റൂള് വെച്ച് കഴിഞ്ഞ് നമ്മളുടെ ഒരു കാല് അതിന്റെ മുകളിൽ വെക്കുക, കുറച്ച് കഴിഞ്ഞ് മറ്റേ കാലും അതിന്റെ മുകളിൽ വെക്കുക. ഇപ്പൊ പുതിയ സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ ഷവർ പോലെയൊക്കെ വരുന്നത്, അങ്ങനെ പുതിയ സിങ്ക് മേടിക്കുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ ഒരു പ്രധാന കാരണം, നമ്മൾ രാത്രിയാണ് എല്ലാവരും ഒരുമിച്ച് കുറെ പാത്രങ്ങൾ വെക്കുക. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് കഴുകാൻ വെക്കുന്നതിന് പകരം കുറേശ്ശെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വീട്ടിലെല്ലാവരും കൊണ്ടും പാത്രം കഴിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത് മന്ത്രി MA ബേബി പാത്രം കഴുകുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും പാത്രം കഴുകാൻ പഠിപ്പിച്ചാലും എല്ലാം കൂടി ഒരാൾ മാത്രം കഴുകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും. ഇതുപോലെ തന്നെയാണ് ഒരു ഡിഷ് വാഷർ വാങ്ങിക്കുന്നതും. നമ്മൾ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടി അത് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ചെലവ് കണക്കാക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എല്ലാ ദിവസവും രാത്രി പാത്രം കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുവേദനയോ ഇടുപ്പ് വേദനയോ അനുഭവപ്പെടാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള കൃത്യമായ അറിവുകൾക്കും ഇത്തരം സിമ്പിൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ടിപ്പുകൾക്കും ഈ അക്കൗണ്ട് എന്തായാലും ഒന്ന് ഫോളോ ചെയ്തോളൂ.